മാജിക്കൽ ഫിംഗേഴ്സ് എന്ന അപസർപ്പക നോവലിൻ്റെ പ്രകാശന ചടങ്ങാണ്. ആൽഫ, ഫ്രാൻസിസ് ഇട്ടിക്കോര, സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായകി, മാമ ആഫ്രിക്ക, ചുവപ്പ് പച്ച മഞ്ഞ മുതലായ നോവലുകൾ മലയാള സാഹിത്യ ലോകത്ത് സമ്മാനിച്ച മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ശ്രീ ടി ഡി രാമകൃഷ്ണൻ സാറിനെ അടുത്തതായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു കവിയും സാംസ്കാരിക പ്രവർത്തനം ചിന്തകനുമായ ശ്രീ കെ ഗോപിനാഥൻ. സ്വാഗതം. മാജിക്കൽ ഫിംഗേഴ്സിന്റെ കഥാകാരൻ ശ്രീ ബിനീഷ് ചെറായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അപസർപ്പക ശ്രേണി അഥവാ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലേഴ്സ് എന്നത് മലയാള സാഹിത്യത്തിന് ഒട്ടും തന്നെ പുതുമയല്ല. 1905 അപ്പൻ തമ്പുരാൻ രചിച്ച ഭാസ്കരമേനോൻ എന്ന കഥയാണ് മലയാളത്തിലെ ആദ്യ അപസർപ്പക നോവൽ എന്ന് കരുതപ്പെടുന്നു. പിന്നീട് 60കളിൽ കോട്ടയം പുഷ്പനാഥ്, ബാറ്റൺ ബോസ്, കേണൽ പ്രസാദ്, തോമസ് അമ്പാട്ട്, മെഴുവേലി ബാബുജി തുടങ്ങിയവരിലൂടെ ഖണ്ഡശകളായും പുസ്തകങ്ങളായും മലയാളികൾ അപസർപ്പക നോവലുകളെ ഒരുപാട് വായിക്കുകയുണ്ടായി. ആ പുസ്തകങ്ങൾ ഇപ്പോഴും പ്രചാരത്തിലുണ്ട് എന്നത് തന്നെയാണ് മലയാളികൾ എത്രമാത്രം കുറ്റാന്വേഷണത്തെയും അന്വേഷണ സാഹിത്യത്തെയും നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നു എന്നതിന് ഏറ്റവും ഉദാത്തമായ തെളിവുകൾ. കാലം പുരോഗമിക്കവേ പിന്നീട് ബെന്യാമിൻ, മഞ്ഞവെയിൽ മരണങ്ങൾ എഴുതിയ ബെന്യാമിൻ, നമ്മോടൊപ്പമുള്ള പ്രിയപ്പെട്ട ടി ഡി സാറിന്റെ ഫ്രാൻസിസ് ഇട്ടിക്കോര, ചുവപ്പ് മഞ്ഞ പച്ച മുതലായ പുസ്തകങ്ങളെല്ലാം പുതുകാല തലമുറയ്ക്ക് അന്വേഷണാത്മകമായ സാഹിത്യത്തെ പരിചയപ്പെടുത്തി. ജി ആർ ഇന്ദുഗോപൻ മുതലായവർ നൽകിയ സംഭാവന ഒട്ടും തന്നെ ചെറുതല്ല. വീണ്ടും വീണ്ടും കാലം മുന്നേറവേ ലാജോജോ, ശ്രീപാർവതി മുതലായവരുടെ എല്ലാം അന്വേഷണാത്മകമായ കൃതികൾ നാം പരിചയപ്പെടുകയുണ്ടായി. പുസ്തകത്തിലേക്ക് കിടക്കാം. ദി മാജിക്കൽ ഫിംഗേഴ്സ്. മേക്ക് ബിലീഫ് എന്ന് പറയുന്ന ശ്രേണിയിലൂടെയാണ് ബിനീഷ് ഈ പുസ്തകം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. മേക്ക് ബിലീഫ് എന്ന് പറയുന്ന ശ്രേണി സിനിമകൾ കാണുന്നവർക്കും സാഹിത്യത്തെ സ്നേഹിക്കുന്നവർക്കും എല്ലാം പരിചിതമാണെന്ന് കരുതുന്നു. യഥാർത്ഥ പശ്ചാത്തലങ്ങളും യഥാർത്ഥ സ്ഥാപനങ്ങളും യഥാർത്ഥ സ്ഥാനം വഹിക്കുന്ന വ്യക്തിത്വങ്ങളുമെല്ലാം കഥയിൽ കൊണ്ടുവന്ന് അവയിലെല്ലാം തൻ്റെ ക്രിയാത്മകമായ ഇടപെടലുകൾ നടത്തി അവയെ അതിമനോഹരമായി സന്നിവേശിപ്പിച്ച് വിളക്കി ചേർത്ത് സൃഷ്ടിച്ച ഒരു പുസ്തകമാണ് മാജിക്കൽ ഫിംഗേഴ്സ്. ഈ പുസ്തകം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ഒരു വണ്ടർ തന്നെയാണ്. എങ്ങനെയാണ് ഈ ഒരു ചെറുപ്രായത്തിൽ ശ്രീ ബിനീഷ് ഇതുപോലൊരു ഇതിനെക്കുറിച്ച് ഇത്രമാത്രം ഗവേഷണം നടത്തുകയും ഇത്രമാത്രം യാത്രകൾ നടത്തുകയും ഈ ചരിത്രപരമായ സാംസ്കാരിക പ്രധാനപരമായ സ്ഥലങ്ങൾ സന്ദർശിക്കുകയും അവിടെയെല്ലാം തന്റെ അന്വേഷണാത്മകമായ ക്രിയാത്മകതയെ സന്നിവേശിപ്പിച്ചത് എന്ന് ഓർക്കുമ്പോൾ തികച്ചും ഒരു അത്ഭുതം തന്നെയാണ്. ചരിത്രവും ഭൂമിശാസ്ത്രവും ശാസ്ത്ര സാങ്കേതിക വിദ്യയും ഒരുപോലെ സന്നിവേശിപ്പിച്ചുകൊണ്ടാണ് ഇദ്ദേഹം ഈ പുസ്തകം സൃഷ്ടിച്ചിരിക്കുന്നത്. 350 പേജുകളോളം ഈ പുസ്തകമുണ്ട്. എങ്കിലും ഞാനൊക്കെ ഒരു 2 മണിക്കൂർ കൊണ്ട് ഒരു ഇരിപ്പിൽ വായിച്ചു തീർത്തൊരു പുസ്തകമാണിത്. അതും ഈ തിരക്കിട്ട സമയത്തിനിടയിൽ. നേരത്തെ പറഞ്ഞതുപോലെ മറ്റൊരു കാര്യം കൂടെ ചേർക്കുന്നു. നമ്മൾ എത്ര തന്നെ നമ്മുടെ രാഷ്ട്രീയ ചിന്തകളോ നമ്മുടെ ഐഡിയോളജീസോ ഒക്കെ എത്ര തന്നെ ആണെങ്കിലും അടിസ്ഥാനപരമായി നമുക്കെല്ലാവരും നമ്മൾ ജീവിക്കുന്ന നാടിനോടും ദേശത്തോടും ഒരു സ്നേഹം ഉണ്ടാവും. നമ്മുടെ നാടിന് സുരക്ഷാ ഭീഷണി ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ അതിനെ എങ്ങനെ നോക്കിക്കാണും, ആ സുരക്ഷാ ഭീഷണിയെ നമ്മൾ എങ്ങനെ നേരിടും എന്നതൊക്കെ നമുക്ക് അനുഭവിച്ചറിയാൻ കൂടെ ഈ പുസ്തകം നമ്മളെ സഹായിക്കും എന്നുള്ളതാണ് ഈ പുസ്തകത്തിന്റെ മറ്റൊരു പ്രത്യേകതയായിട്ട് എനിക്ക് പറയാനുള്ളത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പുസ്തകത്തിന്റെ പേരല്ല മാജിക്കൽ ഫിംഗേഴ്സ് എന്ന് വരേണ്ടത്. താങ്കളുടെ അങ്കുലങ്ങൾക്കാണ് ഈ പേര് ചേരുക എന്ന് ഞാൻ പറഞ്ഞുകൊള്ളുന്നു. അതിമനോഹരമായി ഈ പുസ്തകത്തെ അവതരിപ്പിച്ച് ഞങ്ങൾക്ക് മുന്നിൽ എത്തിച്ച താങ്കൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. അടുത്തതായി പുസ്തക പ്രകാശന ചടങ്ങിലേക്ക് കടക്കാം. കവിയും സാംസ്കാരിക പ്രവർത്തനമൊക്കെയായ യുവയിൽ പ്രിയപ്പെട്ട ഗോപിയുടെ സന്തോഷമുണ്ട്. ഒരു ത്രില്ലർ പുസ്തകം പ്രകാശനം ചെയ്യാനായിട്ട് അവസരം കിട്ടിയതിൽ അത് എന്നെ ഏൽപ്പിച്ചതിന് ആദ്യം നന്ദി പറയുന്നു. പുസ്തകത്തിനെ പറ്റി ആമുഖമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. സാധാരണ ഈ ത്രില്ലർ പുസ്തകം അല്ലെങ്കിൽ കുറ്റാന്വേഷണ പുസ്തകങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ മുൻകാലങ്ങളിൽ അതിനെക്കുറിച്ചൊരു ധാരണ അത് സ്വല്പം മോശപ്പെട്ട കാര്യമാണ്. സാഹിത്യമായിട്ട് അത്ര ബന്ധമില്ല നമുക്കൊരു തെറ്റിദ്ധാരണയുണ്ട്. പക്ഷേ കുറച്ചു കാലമായിട്ട് അതിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. വളരെ പ്രശസ്തരായ നോവലിസ്റ്റുകൾ,
ആഗോളതലത്തിൽ തന്നെ പ്രശസ്തരായ നോവലിസ്റ്റുകൾ എഴുതിയിട്ടുള്ള ചില കൃതികൾ കുറ്റാന്വേഷണ സ്വഭാവത്തിലുള്ള മികച്ച സാഹിത്യകൃതികളാണ്. ഉദാഹരണമായിട്ട് ഉംബർട്ടോ എക്കോവിന്റെ നോവലുകൾ എടുത്ത് നോക്കി, അതൊരു കുറ്റാന്വേഷണ ത്രില്ലർ സ്വഭാവത്തിലൊക്കെ തന്നെയാണ് നോവൽ എഴുതുന്നത്. പക്ഷെ അതേ സമയത്ത് തന്നെ കലാമൂല്യമുള്ള, സാഹിത്യമൂല്യമുള്ള ഒരു മികച്ച കൃതി കൂടിയാകാൻ കഴിയും. പുതിയൊരു കാലത്ത് ഇത്തരം മാറ്റങ്ങൾ സംഭവിക്കുക. ഇന്ന് ഈ പുസ്തകം കൂടെ പ്രകാശനം ചെയ്യുമ്പോൾ ഒരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ, ഞാൻ 2 ദിവസം മുമ്പേ എൻ്റെ കയ്യിൽ പുസ്തകം കിട്ടിയിട്ടുള്ളൂ, അതുകൊണ്ട് ഒരു ഓടിച്ച് വായന മാത്രമേ നടന്നുള്ളൂ. എങ്കിലും 2-3 കാര്യങ്ങൾ എന്നെ സന്തോഷിപ്പിച്ച കാര്യങ്ങളാണ്. ഒന്ന്, ഭാഷ കൊണ്ടുള്ള വലിയ ജാടയൊന്നും ബിനീഷ് കാണിക്കുന്നില്ല. വളരെ സുതാര്യമായ ലളിതമായ ഭാഷയിലാണ് തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ വായനക്കാരോട് പറയുന്നത്. അത് വായിക്കുമ്പോൾ നമുക്ക് തോന്നുക നമ്മുടെ വളരെ അടുത്തൊരു സുഹൃത്ത്, നമ്മുടെ ഒരു കൂട്ടുകാരൻ നമ്മുടെ അടുത്തിരുന്ന് നമ്മളോടൊരു കഥ ഇങ്ങനെ പറയുന്ന പോലെ തോന്നും. സാഹിത്യത്തിൻ്റെതായ ഭാഷ കൊണ്ടുള്ള ഒരു കേളി പരിപാടിയൊന്നും അതിനകത്തില്ല. അത് വായനക്കാരെ സംബന്ധിച്ച് വളരെ നല്ലൊരു കാര്യമാണ്. നേരത്തെ പറഞ്ഞതുപോലെ പുസ്തകം കയ്യിലെടുത്താൽ തീരുന്നത് വരെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, അത് വായിക്കും. പക്ഷെ അങ്ങനെ വായിക്കുമ്പോൾ ഒരു നേരം പോക്കലുള്ള വായന മാത്രമാണോ ഈ പുസ്തകം തരുന്നത്? അല്ല. നമ്മൾക്ക് പരിചിതമെന്ന് തോന്നുന്ന, എന്നാൽ നമ്മൾക്ക് അത്ര പരിചിതമല്ലാത്ത, രാജ്യസുരക്ഷയുമായി ബന്ധപ്പെടുന്ന, മറ്റു തരത്തിലുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന, പല ദേശങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന നിരവധി കാര്യങ്ങൾ ഈ പുസ്തകത്തിൽ നിന്ന് നമുക്ക് കിട്ടും. പുതിയൊരു കാലം എങ്ങനെയാണ് ഒരു ഇന്റർനാഷണൽ പൊളിറ്റിക്സിൽ ഉണ്ടാക്കുന്ന സങ്കീർണതകളും സംഘർഷങ്ങളും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ നമ്മൾ പലപ്പോഴും പത്രവാർത്തകളിൽ കൂടിയോ ഒക്കെ വായിക്കുന്ന ചെറിയ കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും. അപ്പൊ അതിനെ തൻ്റെ ഭാവന കൊണ്ട് പൊലിപ്പിച്ചെടുത്ത് ഒരു ഗംഭീര നോവലാക്കി മാറ്റുക എന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. ഇതേ പണി ചെയ്യുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും അത്ര എളുപ്പമല്ല നോവൽ ചെയ്യാൻ. നോവൽ വായിക്കുന്നത് പോലെയല്ല നോവൽ എഴുതുന്നത്. ഞാനൊക്കെ ഓരോ നോവലും 5 വർഷമൊക്കെ എടുത്തിട്ട് എഴുതുന്നതാണ്. 5 വർഷം പോരാ ഫലം. എൻ്റെ മിക്കവാറും പുസ്തകങ്ങൾക്കിടയ്ക്ക് 4-5 വർഷത്തെ ഗ്യാപ്പ് ഉണ്ടാവും. തീർച്ചയായിട്ടും ബിനീഷ് ഒരുപാട് തയ്യാറെടുപ്പുകൾ നടത്തിയിട്ട് തന്നെ ആയിരിക്കും ഇങ്ങനെ ഒരു പുസ്തകം എഴുതിയിട്ടുള്ളത് എന്ന കാര്യത്തിൽ എനിക്ക് ഒരു സംശയമില്ല. പലപ്പോഴും ആളുകൾ ധരിക്കുന്നത് ഈ റിസർച്ച് എന്ന് പറഞ്ഞാൽ ഇതിനു വേണ്ടി എന്തൊരു ഗവേഷണം നടത്തുക നോക്കിയാൽ അങ്ങനെയല്ല സംഭവിക്കുന്നത്. നമ്മൾ കഥയുടെ ഒരു ഒരു സ്ട്രക്ചറാണ് മനസ്സിലേക്ക് ആദ്യം വരുന്നത്. എന്താണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കഥ, പിന്നെയാണ് ആ കഥയ്ക്ക് വേണ്ട മറ്റു കാര്യങ്ങളിലേക്ക് അന്വേഷിച്ച് പോകുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ പലപ്പോഴും നമ്മൾ നമ്മുടെ മുൻ ജീവിതത്തിൽ പല കാലങ്ങളിൽ നമ്മളിലേക്ക് എത്തിയ കാര്യമായിരിക്കും. ബിനീഷും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കണം. ഒരു സബ്ജക്റ്റ് തീരുമാനിച്ച് അതിനു വേണ്ടിയിട്ട് അന്വേഷിച്ച് പോവുകയല്ല, അതിനു മുമ്പേ തന്നെ നമ്മളിലേക്ക് എത്തിയ കാര്യങ്ങളിൽ നിന്ന് നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്ന കഥയെ ഏറ്റവും മികച്ചതാക്കാൻ അനുയോജ്യമായ കാര്യങ്ങൾ ഉപയോഗിക്കുക. പിന്നെ മേക്ക് ബിലീഫിനെ പറ്റി നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അതും അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. അതിലേക്ക് എത്തുമ്പോഴാണ് അത് നമ്മുടെ മുമ്പിലേക്ക് വയ്ക്കുന്ന വലിയൊരു ചലഞ്ച് മനസ്സിലാക്കാൻ കഴിയും. ഒന്നാമതായിട്ട് നമുക്ക് ചുറ്റുമുള്ള ലോകത്തെ കൃത്യമായിട്ട് നമുക്ക് പിന്തുടരാൻ കഴിയണം. ജോഗ്രഫിക്കലായി, പൊളിറ്റിക്കലായി, സോഷ്യലായി എല്ലാ മേഖലകളിലുള്ള കാര്യങ്ങൾ അറിയാനുള്ളൊരു താല്പര്യത്തിൽ നിന്നാണ് അത്തരം കഥയിലേക്ക് പോകാൻ കഴിയുന്നത്. ഒരു ജോഗ്രഫിക്കൽ സെൻസ് ഈ നോവലിൽ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അത് എന്നെ അത്ഭുതപ്പെടുത്തി, എനിക്ക് വളരെ ഇഷ്ടം തോന്നിയൊരു കാര്യമാണ്. എന്താ വെച്ചാൽ ഞാനും ഏകദേശം അത്തരത്തിലുള്ള ഒരു രീതി അന്വേഷണങ്ങളൊക്കെ സ്വീകരിക്കുന്ന ആളാണ്. ചില സ്ഥലങ്ങൾ അല്ലെങ്കിൽ ചില ഇടങ്ങളെ പറ്റി പറയുമ്പോൾ അതിൻ്റെ ഒരു സൂക്ഷ്മതയും കൃത്യതയും ഒക്കെ കഥയെ വിശ്വസനീയമാക്കുന്നതിൽ, കഥ വായനക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു അനുഭവമാക്കി മാറ്റുന്നതിലൊക്കെ പ്രധാനപ്പെട്ട കാര്യമാണ്. എഴുത്തുകാരൻ ചെയ്യുന്ന തന്ത്രങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് താൻ പറയുന്ന കഥ വായനക്കാരനെ വിശ്വസിപ്പിക്കാനുള്ള ശ്രമമാണ്.
ഈ നോവൽ എടുത്ത് വായിക്കുമ്പോൾ മാന്ത്രിക വിരലുകൾ എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്താവുന്ന കാര്യമാണ്. അങ്ങനെ പരിഭാഷപ്പെടുത്തുന്ന കാര്യമൊന്നുമില്ല. ഇപ്പോൾ മലയാളവും ഇംഗ്ലീഷും ഒക്കെ ചേർന്ന ഒരു ഭാഷ തന്നെയാണ് നമ്മുടെ ഭാഷ. പക്ഷേ എനിക്ക് മാന്ത്രിക വിരലുകൾ എന്നുള്ള വാക്ക് പറയുന്നത് രസമായിട്ട് തോന്നിയത് കൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പം ആ പുസ്തകം കയ്യിലെടുക്കുമ്പോൾ നമ്മളത് പൂർണ്ണമായും ഈ പറയുന്ന കഥ, അത് അദ്ദേഹം തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട്, ഇതിൽ യാഥാർത്ഥ്യമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല, അത് മുഴുവൻ ഭാവനയാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും വായിച്ചു കഴിയുമ്പോൾ നമുക്കതിന് പല കാര്യങ്ങളോടും ബന്ധമില്ലേ എന്ന് നമുക്ക് തോന്നും. കുറച്ച് കഴിയുമ്പോൾ നമ്മളത് പൂർണ്ണമായിട്ടങ്ങ് ഒരു 10, 40, 50 പേജൊക്കെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കാൻ തുടങ്ങും. വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കതിൽ നിന്നൊരു മോചനമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ എഴുത്തുകാരന് കഴിയുന്നു എന്നതാണ് ആ നോവലിൻ്റെ ഏറ്റവും വലിയൊരു സവിശേഷത. എത്ര അഭിനന്ദിച്ചാലും അധികമാകില്ല. കഥ പറയാനുള്ള, കഥ പറച്ചിലുള്ള ഒരു കഴിവാണ് എഴുത്തുകാരനെ മികച്ച എഴുത്തുകാരനാക്കുക. അതുപോലെ നേരത്തെ സൂചിപ്പിച്ചൊരു കാര്യം കൂടെ ഞാൻ ആവർത്തിക്കുകയാണ്. ഇദ്ദേഹം ഈ നോവൽ എഴുതുമ്പോൾ എനിക്ക് വായിച്ചപ്പോൾ തോന്നിയ ഒരു കാര്യമാണ്, ഈ കഥ കാണുകയാണ് മനസ്സിൽ, കണ്ടുകൊണ്ടാണ്, വിഷ്വലായിട്ടാണ് അദ്ദേഹം കൺസീവ് ചെയ്യുന്നത്, ഭാഷാപരമായിട്ടല്ല. കണ്ടു കാണണം ഇതിലോരോ കാര്യങ്ങൾ, മനസ്സിൽ കണ്ട് അതിൽ നിന്ന് എഴുതിയ കാര്യങ്ങൾ. അപ്പം അതിൻ്റെ ഒരു ഭംഗിയുണ്ട്. അപ്പം നിങ്ങൾക്ക് അത് വായിക്കുമ്പോൾ ഈ സ്ഥലങ്ങളൊക്കെ, ഈ സംഭവങ്ങളൊക്കെ, ഈ വ്യക്തികളൊക്കെ വളരെ അടുത്ത് പരിചയമുള്ളതുപോലെ കാണാനും അനുഭവിക്കാനും കഴിയും. അത് എഴുത്തിലെ ഒരു എന്താണ് ഏറെ അഭിനന്ദിക്കേണ്ട ഒരു കഴിവ് തന്നെയാണ്. എന്ന് വെച്ചാൽ ചില നോവലുകളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നില്ല, നമ്മൾ വലിയൊരു ദാർശനിക ഭാരത്തിൻ്റെ ഉള്ളിൽ കുടുങ്ങിപ്പോയിട്ടുള്ള അവസ്ഥയായി, എന്താണെന്ന് പിടികിട്ടാത്ത അവസ്ഥയായി. ഇതങ്ങനെയില്ല, ഇത് നമ്മുടെ മുമ്പിൽ കാണുകയാണ്. പക്ഷേ അതോടൊപ്പം തന്നെ ഇപ്പം മധുവൊക്കെ പറഞ്ഞതിനോട് എനിക്ക് ചില കാര്യത്തിലൊരു അഭിപ്രായ വ്യത്യാസമുണ്ട് പുസ്തകത്തിനെ പറ്റി. എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഒരു സിനിമ എന്നുള്ള തരത്തിലല്ല, ഇത് സാഹിത്യം തന്നെയാണ്. സാഹിത്യം മികച്ചതാകുന്നത് അതിനെ മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാൻ കഴിയാതെയാണ്. മറ്റേതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് എഴുതിയിട്ടുള്ള ഒരു ബ്ലൂ പ്രിന്റ് അല്ല. ഇത് സാഹിത്യം എന്നുള്ള രീതിയിൽ തന്നെ ഏറ്റവും മികച്ചതായിട്ട് മറ്റു രീതിയിലേക്ക് മാറ്റാം, അതതിൻ്റെ മറ്റു സൗകര്യങ്ങൾ നോക്കാം. ഒരു പുസ്തകം സാർത്ഥകമാകുന്നത് അതൊരു പുസ്തകമായിട്ട് തന്നെ, കഥയോ നോവലോ എന്തായാലും അതായിട്ട് തന്നെ നിൽക്കുമ്പോഴാണ്. അത്തരത്തിൽ മലയാളികൾക്ക് വായിക്കാനും ചിന്തിക്കാനും കൂടുതൽ അന്വേഷിക്കാനും ഒക്കെ പ്രേരിപ്പിക്കുന്ന ഒരു മികച്ച നോവൽ പ്രകാശനം ചെയ്യാൻ അവസരം കിട്ടിയതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഞാൻ ബിനീഷിനെ അഭിനന്ദിക്കാനും ആശംസിക്കാനും ഈ അവസരം ഉപയോഗിക്കുകയാണ്. ചെറായിക്കാരനാണെന്ന് പറഞ്ഞതിൽ തന്നെ എനിക്ക് വലിയൊരു സന്തോഷമുണ്ട്. ഞാൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ അതിന് അടുത്ത് UC കോളേജിൽ പഠിച്ചിരുന്ന ഒരാളാണ്. ഒരുപാട് ചെറായിക്കാരും പുറവൂരുകാരും ഒക്കെ സുഹൃത്തുക്കളായിരുന്ന ആ ഒരു പ്രദേശത്ത് ഇദ്ദേഹം ജനിച്ച കാലത്തിന് കുറച്ച് മുമ്പോ അടുത്തൊക്കെ ആയിരിക്കും ഞാൻ ജീവിച്ചിട്ടുണ്ടാവുക. 70കളിലാണ് അവിടെ താമസിച്ചിരുന്നത്, UC പഠിക്കുകയൊക്കെ ചെയ്തിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സന്തോഷം കൂടി ഇതിന് അവസരത്തിലുണ്ട്. കൂടുതൽ എഴുതാൻ കഴിയട്ടെ, കൂടുതൽ മികച്ച കൃതികൾ മലയാളി വായനക്കാർക്ക് നൽകാൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. പുതിയ വിഷയങ്ങൾ, പുതിയ എഴുതങ്ങൾ, പുതിയ അന്വേഷണങ്ങൾ ഒക്കെ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകാം. യാത്ര ഇദ്ദേഹത്തിന് വലിയ തോതിൽ സഹായിച്ചിട്ടുണ്ടെന്ന് എനിക്കത് വായിച്ചപ്പോൾ മനസ്സിലായി. എന്നെയും യാത്ര ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഞാൻ തൊഴിലിൻ്റെ ഭാഗമായിട്ട് ചെയ്ത യാത്രകളാണ്. ഈ പുസ്തകം എഴുതാൻ അദ്ദേഹത്തെ സഹായിച്ചതും യാത്രകൾ തന്നെയായിരിക്കും എന്നാണ് വിശ്വസിക്കുന്നത്. കൂടുതൽ യാത്ര ചെയ്യുക, കൂടുതൽ പുസ്തകങ്ങൾ എഴുതുക, മലയാള ഭാഷയും മലയാള വായനക്കാരെയും ധന്യരാക്കുക എന്ന് അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഒരിക്കൽ കൂടി ബിനീഷിന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഒരു എഴുത്തുകാരന്റെ വിരലുകൾ മാജിക്കുകൾ സൃഷ്ടിക്കുന്നത്, ആ എഴുത്തുകാരൻ ഒരു മജീഷ്യൻ കൂടിയായാൽ നിമിഷ നേരം കൊണ്ട് നമ്മൾ വായിച്ചു തീർക്കുന്നതിന് മുമ്പ്, ഒരു വാക്കിൽ നിന്ന് മറ്റൊരു വാക്കിലേക്ക് നമ്മുടെ മനസ്സിനെ, വായനയെ മാറ്റുന്നതിന് മുമ്പ് വേറൊരു ദൃശ്യം, വേറൊരു ആകാംക്ഷ നമ്മളിൽ ജനിപ്പിക്കുന്നു എന്നുള്ളതാണ് ഈ പുസ്തകത്തിന്റെ പ്രത്യേകത. അദ്ദേഹം, എനിക്ക് തോന്നുന്നത് TDR പറഞ്ഞതുപോലെ ഒരു സഞ്ചാരിയാണ്. സർവോപരി സഞ്ചാരത്തിനിടയിൽ
സ്വയം ഒരു ഫോട്ടോഗ്രാഫറായിട്ട് മാറുന്നുണ്ട്. ദൃശ്യങ്ങളുണ്ട്, വായനയുണ്ട്, ഓരോ കാര്യങ്ങളെക്കുറിച്ചും വളരെ അപ്ഡേറ്റഡ് ആണ്. ഇതെല്ലാം ഒരു പ്രത്യേക രീതിയിൽ ഈ പുസ്തകത്തിൽ വിന്യസിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഗുണം. വളരെ മനോഹരമായിട്ട് വായിച്ചു തീർക്കാവുന്ന, ഒരുപാട് വായനകൾ ആവശ്യപ്പെടുന്ന ഒരു കുറ്റാന്വേഷണ നോവലാണ്. കാരണം മലയാളത്തിൽ ഒരുപാട് സമാന സ്വഭാവമുള്ള നോവലുകൾ അല്ലെങ്കിൽ കുറ്റാന്വേഷണ പരിസരമുള്ള നോവലുകൾ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതിന്റെയൊക്കെ മുകളിൽ ഒരു പക്ഷേ നിന്നേക്കാവുന്ന, വായനയുടെ സമൃദ്ധി കൊണ്ട് സമ്പന്നമായേക്കാവുന്ന ഒരു പുസ്തകമായിട്ട് ഇത് മാറും എന്നതിന് യാതൊരു സംശയവുമില്ല. അത് അങ്ങനെയായി ഭവിക്കട്ടെ എന്ന് ആശിക്കുന്നു, ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും എൻ്റെ അഭിവാദ്യങ്ങൾ. ഞാൻ എന്തെങ്കിലുമൊക്കെ പറയണമെന്ന് വിചാരിച്ചു വന്ന കാര്യങ്ങളാണ് ഇവിടെ എല്ലാവരും പറഞ്ഞത്. സത്യത്തില് ലോകത്തിലെ എത്രയോ പ്രതിഭകൾ അവരുടെ പുസ്തകം പ്രകാശനം ചെയ്ത് ഈ വേദിയിൽ ഇത്തരം ഒരു പുസ്തകമായിട്ട് വരുന്ന എല്ലാ ഒരു അപകർഷതാബോധം എനിക്ക് ഉണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു എല്ലാ ആകുലതകളും എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു സംഘർഷത്തിലാണ് ഞാൻ നിൽക്കുന്നത്. നമ്മളുടെ ഈ എക്സ്പോ സെന്ററിലേക്ക് വരുമ്പോൾ ഇവിടുത്തെ എല്ലാ ചുവരുകളിലും നമ്മളിങ്ങനെ എഴുതിയിട്ടുണ്ട് ബിറ്റ്വീൻ യു ആൻഡ് എ ബുക്ക്. എനിക്കിപ്പോൾ തോന്നുന്നത് ഇപ്പോൾ ഈ നിമിഷം ഇവിടെ നമ്മളുടെ പുസ്തകമാണ് ദ മാജിക്കൽ ഫിംഗേഴ്സ്. ഈ പുസ്തകം നേരത്തെ സാർ പറഞ്ഞ പോലെ ഒരു മേക്ക് ബിലീവ് എന്ന് പറയുന്ന ഒരു ശ്രേണിയിലാണ് എഴുതാനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടുള്ളത്. അപ്പൊ അത് എഴുതുന്ന സമയത്ത്, ഇത് എഴുതിയത് ഏകദേശം കൊറോണ സമയത്ത് ഒരു 1.5 വർഷത്തോളം എടുത്തിട്ടാണ് ഈ പുസ്തകം എഴുതുന്നതിന് വേണ്ടിയിട്ട്. ചില ഡാറ്റകൾ അല്ലെങ്കിൽ കുറെ സാങ്കേതിക വിഷയങ്ങൾ നമുക്ക് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഇപ്പോൾ ഉള്ള പോലെയുള്ള ChatGPT പോലെയുള്ള ആർട്ടിഫിഷ്യൽ സംഭവങ്ങളൊന്നും ഇല്ലാതിരുന്നത് കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടി, ഒരുപാട് വീഡിയോ ക്ലിപ്പിംഗ്സ് എല്ലാം കണ്ടിട്ടാണ് നമ്മൾ ഈ പുസ്തകം പോകുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ കാണുന്നതിനിടയ്ക്ക് നമ്മളുടെ മുന്നിലേക്ക് വന്നുപെട്ട ഒരു വീഡിയോ ആണ് ഇന്ത്യയുടെ രഹസ്യാന്വേഷണ സംഘടനയായ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിന്റെ മുൻ ചീഫായിട്ടുള്ള വിക്രം സൂദ് പറയുന്ന ഒരു അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്യുന്ന ഒരു ഇന്റർവ്യൂ ആണ്. സാധാരണഗതിയിൽ ഇത്തരം ചാരവൃത്തിയിൽ ഏർപ്പെടുന്ന ആളുകളൊന്നും തന്നെ അവരുടെ കാര്യങ്ങളൊന്നും അങ്ങനെ പറയാറില്ല. അപ്പൊ എനിക്ക് ആ ഒരു സംഭാഷണത്തിൽ നിന്ന് എനിക്ക് ക്യാച്ച് ചെയ്ത ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വാചകം എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഒരു സ്പൈയുടെ അല്ലെങ്കിൽ ഒരു ചാരന്റെ പരാജയങ്ങളാണ് അദ്ദേഹത്തിനെ പ്രശസ്തനാക്കുന്നത് എന്നാണ്. അതായത് വിജയിച്ച ഒരു ചാരന്റെയോ അല്ലെങ്കിൽ ഒരു സ്പൈയുടെയോ ഒരു കഥയും നമ്മൾ ആരും അറിയുന്നില്ല. അപ്പോൾ നമ്മൾ അറിഞ്ഞ കഥകൾ എല്ലാവരും പരാജയപ്പെട്ട ഓപ്പറേഷനുകളെയോ അല്ലെങ്കിൽ പരാജയപ്പെട്ട സംഭവങ്ങളെയോ അറിയാം. ഞാൻ ഈ ദ മാജിക്കൽ ഫിംഗേഴ്സ് എന്ന് പറയുന്ന ഒരു കഥയുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ എനിക്ക് പറയേണ്ടത് ഒരു വിജയിച്ച കഥയുടെ കാര്യങ്ങളാണ്. അതുപോലെ ഒരുപക്ഷെ വായനക്കാര് കേൾക്കാൻ ഉദ്ദേശിക്കുന്നത്, സാറ് പറഞ്ഞ ഒരു വായനയുടെ രീതിയിലല്ല ഞാൻ ഈ പുസ്തകം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. കേൾക്കാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ അവർക്കൊരു വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നതും വിജയിച്ച ഒരു കഥയെ പറ്റിയിട്ടാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് മുൻപിൽ ഒരു ധാരണകളില്ല, അല്ലെങ്കിൽ മുൻപിൽ നമുക്ക് ഡാറ്റകൾ അവൈലബിൾ അല്ല പറയാനായിട്ടുള്ളത്. അതുകൊണ്ട് കൂടുതലും ഭാവനയാണ് നമ്മൾ അത്തരം കഥ പറയാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. എന്തായാലും കഥയെ പറ്റി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. എല്ലാവരും പുസ്തകം വാങ്ങി വായിക്കുക, സ്റ്റോറിൽ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ഈ പുസ്തകം ഏകദേശം 1.5 വർഷം അടുത്ത് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ എല്ലാ തുടക്കം മുതൽ അവസാനം വരെയുള്ള എല്ലാ ഘട്ടത്തിലും എൻ്റെ ഒപ്പം എൻ്റെ കൂടെ നടന്ന എല്ലാ സൗഹൃദങ്ങൾക്കും ഞാൻ ഇവിടെ നന്ദി പറയുകയാണ്. ഒപ്പം ശ്രീ TD സാറ്, അദ്ദേഹത്തിന്റെ ഒരു വളരെ ആസ്വദിച്ച അല്ലെങ്കിൽ വളരെ ആകാംക്ഷയോടുകൂടി വായിച്ചിട്ടാണ് ഞാൻ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ. ഇവിടെ എൻ്റെ കൂടെ വന്നിരിക്കുന്ന എല്ലാവരും തന്നെ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളുടെ ആരാധകരാണ്. അദ്ദേഹം ഈ പരിപാടിയിലേക്ക് വരാൻ സംബന്ധിച്ച് സത്യത്തിൽ അദ്ദേഹം ഇന്ന് രാവിലെ പോകേണ്ടതായിരുന്നു. നമുക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ടിക്കറ്റ് മാറ്റി വെച്ച് നമ്മളുടെ കൂടെ കൂടിയതാണ്. അപ്പൊ അദ്ദേഹത്തിനും എൻ്റെ വളരെ വലിയ ഒരു നന്ദി. അതേപോലെ ഗോപിയേട്ടനെ സത്യത്തിൽ ഞാൻ ഇന്നാണ് പരിചയപ്പെടുന്നത്, അദ്ദേഹത്തിനും നന്ദി. അതേപോലെ ഈ പുസ്തകം പ്രസാദനം ചെയ്ത ഐവറി ബുക്സ് പ്രവീൺ, എല്ലാവർക്കും നന്ദി. നന്ദി ശ്രീ ബിനീഷ്. സമയപരിമിതി മൂലം ഇടപെടൽ ഖേദിക്കുന്നു. ഇദ്ദേഹം ഒരു ആഗ്രഹം അറിയിച്ചിരുന്നു. ഇദ്ദേഹത്തിന് പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ ശുഭ
അതുപോലെ തന്നെ കുവൈറ്റ് ദേശാഭിമാനി ചീഫ് എഡിറ്റർ ശ്രീ ശ്രീജിത്ത് എന്നിവരുടെ ആശംസകൾ ഉൾപ്പെടുത്തണമെന്ന്. നിർഭാഗ്യവശാൽ നമുക്കത് നിർവാഹമില്ല. അതിനാൽ നമുക്കൊരു ഗ്രൂപ്പ് ഫോട്ടോ സെഷൻ നമുക്ക് എല്ലാവരും ഒരുമിച്ച് ചേരാം. ദയവായി ഒപ്പം ചേരുക പ്ലീസ്.